പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല എടുത്ത ഒരു നിലപാട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പിണറായി സർക്കാർ അവരുടെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ചില പബ്ലിക് റിലേഷൻസ് എക്സർസൈസുകളുടെ ഭാഗമായി അവർ ലോകോത്തര സാമ്പത്തിക വിദഗ്ധർ, ഇന്ത്യയിലുള്ള വിഖ്യാതരായിട്ടുള്ള ചരിത്രകാരന്മാർ, അവരെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് തിരുവനന്തപുരത്ത് സെമിനാറുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ സർക്കാരിനെ പുകഴ്ത്തുന്ന ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്തു. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു, വലിയ ലോകോത്തര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇവിടെ വന്നിട്ട് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണം ഗംഭീരം എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ചിട്ട് പോവുക, അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക. ഇതായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യവുമായി മുന്നേറുന്നതിനിടയിലാണ് അപ്പോൾ പറഞ്ഞത് എന്താണ്, ഇപ്പം അമർത്യ സെന്നിനെ പോലുള്ള ലോകോത്തര സാമ്പത്തിക വിദഗ്ധർ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസിദ്ധനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണല്ലോ അമർത്യ സെൻ. അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്രകാരിയായിട്ടുള്ള റൊമീല താപ്പർ, അവരെയൊക്കെ തിരുവനന്തപുരത്ത് സെമിനാറിന് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് വലിയ കൊട്ടിക്കൂട്ടിച്ച് വലിയ പ്രചരണമൊക്കെ നടത്തി. 15, 16 തീയതികളിൽ ഇന്നലെ ഇന്നുമൊക്കെ ആയി തിരുവനന്തപുരത്ത് ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വലിയ സെമിനാർ നടക്കുകയാണ്. അപ്പോൾ സെമിനാറിന് അവർ വരും, വന്നിട്ട് പിണറായി വിജയനെ പൂഴ്ത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല ഒരു തുറന്ന കത്തിലൂടെ കേരളത്തിൽ ഇരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണെന്നും ഒരു ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇരിക്കുന്നതെന്നും അതുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ വന്ന് അവരെ പൂഴ്ത്താൻ ഈ റൊമീല താപ്പറും ഈ അമർത്യ സെന്നും അവരൊന്നും തയ്യാറാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ തുറന്ന കത്തിന് വലിയ പ്രചാരമാണ് ലഭിച്ചത്. വ്യാപകമായി അത് ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. അത് കേരളത്തിന് പുറത്തും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലുമൊക്കെ വ്യാപകമായി ആ കത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അതായത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് പിന്തുണ നൽകാൻ അമർത്യ സെന്നിനെ പോലെയും റൊമീല താപ്പറിനെ പോലെയും ഉള്ളവർ വരാൻ പാടില്ല എന്നതായിരുന്നു രമേശ് ചെന്നിത്തല എഴുതിയ ആ കത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അതിനെ തുടർന്ന് ഈ കത്തിന് എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകുമോ, ഈ സാമ്പത്തിക വിദഗ്ധന്മാർ ഈ സെമിനാറിൽ വന്ന് പങ്കെടുക്കുമോ എന്നൊക്കെ ജനങ്ങൾ മൊത്തത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സെമിനാറിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 15 ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചിട്ട്. ആ സെമിനാറിന് 1-ാം ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ അമർത്യ സെന്നും റൊമീല താപ്പറും ഈ അന്താരാഷ്ട്ര സെമിനാറിൽ വന്ന് പങ്കെടുത്തില്ല എന്നാണ്. അവർ ഭൗതികമായി വരും, പിണറായി സർക്കാരിനെ പൂഴ്ത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ ആ സെമിനാറിൽ പങ്കെടുത്തില്ല. അതിന് പകരം അവർ ഒരു വീഡിയോ സന്ദേശം എടുത്തിട്ട് ഈ സെമിനാറിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അവരെ കൊണ്ടുവന്ന് പിണറായി സർക്കാരിനെ ഇങ്ങനെ ഹല്ലേലൂയ പാടിക്കാം എന്നുള്ള പിണറായി വിജയൻ്റെ ശ്രമം പാളി എന്നും രമേശ് ചെന്നിത്തല എഴുതിയ കത്ത് ഫലം കണ്ടു എന്നും വേണം നമ്മൾ പ്രാഥമികമായി വിലയിരുത്താൻ. അമർത്യ സെൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമർത്യ സെൻ വരുന്നതിന് പകരം 9 മിനിറ്റിൽ താഴെ വരുന്ന ഒരു വീഡിയോ സന്ദേശം സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അയച്ചു കൊടുത്തെങ്കിലും ആ വീഡിയോ സന്ദേശത്തിൽ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഒരു പരാമർശം പോലും അമർത്യ സെൻ നടത്തിയില്ല. ഒരു പരാമർശം പോലും നടത്തിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ സ്ത്രീകൾക്കുള്ള ഉയർന്ന സ്ഥാനവും സാമൂഹ്യ സാഹചര്യവും ഈ എബിൻ ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തിയതാണെന്നാണ് ആമുഖമായി പ്രൊഫസർ അമർത്യ സെൻ പറഞ്ഞത്. കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ഉയർന്ന സ്ഥാനവും സാമൂഹ്യ സാഹചര്യവും ഒക്കെ മെച്ചപ്പെടുത്തിയതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം സ്വയം നെഞ്ചത്ത് അടിച്ചിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമർത്യ സെൻ എന്ന് പറഞ്ഞ ലോകോത്തര സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വന്നിട്ട് കേരളത്തിൽ സ്ത്രീകൾക്കുള്ള ഉയർന്ന സ്ഥാനവും സാമൂഹ്യ സാഹചര്യവും 14-ാം നൂറ്റാണ്ടിൽ എബിൻ ബത്തൂത്ത തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞെന്താ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. എന്നാലോചിച്ച് നോക്കൂ. ഇതിൽ നിന്നും കേരളത്തിലെ സാമൂഹ്യ വികസനത്തിൻ്റെ ചർച്ച പുതിയതായിട്ടുള്ളതല്ലെന്നും 14-ാം നൂറ്റാണ്ട് വരെ
കണ്ടുവരുന്നതാണ് എന്നും പറഞ്ഞ് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല 1956-57 കേരളം രൂപീകരിച്ചപ്പോൾ മനുഷ്യവിഭവ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വികസന പാതയാണ് താൻ പ്രതീക്ഷിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്ന് കൽക്കട്ടയിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കോഫി ഷോപ്പിൽ നടന്ന ചർച്ചകളിൽ കേരളത്തിന് അതിന് മാത്രമുള്ള പണം കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയിച്ചവരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ 70 വർഷത്തിനിപ്പോൾ ഇപ്പുറം കേരളം ശരാശരി വരുമാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമായി മാറിയതിൽ സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് കോഫി ഷോപ്പിൽ തന്നോട് തർക്കിച്ചവർക്ക് അന്ന് 3 കപ്പ് ചായ മടക്കി നൽകാൻ തയ്യാറാണെന്ന് ഫലിത രൂപേണ പറയുകയൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം. അപ്പം പ്രതിശീർഷ വരുമാനത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വർധന അതിനെക്കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞു. അതേസമയം കേരളത്തിലെ സ്ത്രീകളുടെ നിലവാരത്തിൻ്റെ മെച്ചത്തെക്കുറിച്ച് 14-ാം നൂറ്റാണ്ടിൽ എബിൻ ബത്തൂത്ത പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. കേരളത്തിനെയും ആഫ്രിക്കയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന് 9 മിനിറ്റുള്ള വീഡിയോയിൽ അദ്ദേഹത്തിന് പറയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതൊഴിച്ചാൽ ഈ പിണറായി സർക്കാരിനെ പ്രശംസിക്കുന്ന ഒരു വാചകം പോലും ഈ അമർത്യസെൻ എന്ന് പറഞ്ഞ ലോകോത്തര സാമ്പത്തിക വിദഗ്ധൻ ഈ സെമിനാറിൽ അദ്ദേഹം പങ്കുവച്ചില്ല എന്നിടത്ത് നമ്മൾ കാണേണ്ടത് രമേശ് ചെന്നിത്തല അദ്ദേഹം പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് എഴുതിയ കത്തിന് വലിയ ഗുണമുണ്ടായി എന്നുള്ളതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കാണേണ്ടത്. ഇനി 4 മിനിറ്റ് നീണ്ട ഒരു സന്ദേശമാണ് ചരിത്രകാരിയായിട്ടുള്ള റൊമീല താപ്പർ നൽകിയത്. അവരും വന്നില്ല, അവർക്കും വരാൻ വന്നില്ല. അവരാണെങ്കിൽ കേരള വികസനത്തോടൊപ്പവും സംവാദവും പരിപാലിച്ചു പോന്നിരുന്നതായി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കേരളത്തിന് വികസന പന്ഥാവിൽ മുന്നേറാനാവട്ടെ എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. വേറെ കാര്യമായിട്ടൊന്നും അവർ പറഞ്ഞില്ല. അവരും ഈ സർക്കാരിനെ പ്രകീർത്തിക്കാനൊന്നും തുടങ്ങിയില്ല. പിന്നെ ലോക ഭക്ഷ്യ സമ്മാന ജേതാവായിട്ടുള്ള ശകുന്തള എന്ന് പറയുന്ന ഒരു വനിത, അവർ മത്സ്യബന്ധനത്തിൽ നിന്നും മത്സ്യ സംസ്കരണത്തിൽ നിന്നുമൊക്കെ ഉയർന്ന സാമ്പത്തിക വളർച്ചയും ഭക്ഷ്യസുരക്ഷയും നേടുന്ന ലോകത്തിലെ അപൂർവമായ പ്രദേശങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഭക്ഷ്യകാർഷിക മേഖലയിൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആ ശകുന്തള എന്ന് പറഞ്ഞ വനിത അവർ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. അപ്പോൾ ഫലത്തിൽ ഇതൊരു ഫാസിസ്റ്റ് സർക്കാരാണ്. ഈ സർക്കാരിന് പുകഴ്ത്താനും ഹാലുലുയ്യ പാടാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമർത്യസെന്നും റൊമീല താപ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രമേശ് ചെന്നിത്തല എഴുതിയ കത്ത് ഫലം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരിവിടെ വന്നില്ല എന്ന് മാത്രമല്ല, അവർ അയച്ചു കൊടുത്ത വീഡിയോ സന്ദേശങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെ പുകഴ്ത്തുന്ന ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കേരളം നേടിയിട്ടുള്ള പല നേട്ടങ്ങളും വലിയ കാലത്തിന് മുമ്പുണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞു വെക്കാൻ അമർത്യസെൻ ശ്രമിച്ചപ്പോൾ, സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ഉണ്ടായതാണെന്ന് പറഞ്ഞു വെക്കാൻ അമർത്യസെൻ ശ്രമിച്ചപ്പോൾ, പിണറായി വിജയൻ ഹാലലൂയ പാടുന്ന ഒരു വാക്ക് പോലും റൊമീല താപ്പർ പറഞ്ഞില്ല. ശകുന്തള എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോക ഭക്ഷ്യ കാർഷിക ജേതാവായിട്ടുള്ള സ്ത്രീ മത്സ്യമേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാണ് പോയത്. അപ്പം മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല ഇവരൊന്നും ഇവിടെ വന്ന് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് എഴുതിയ കത്ത് അതിന് വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതിഫലനം ഉണ്ടായി എന്നതാണ് നമുക്ക് ഈ അമർത്യസെന്നിൻ്റെയും റൊമീല താപ്പറിൻ്റെയും ഈ ശകുന്തളയെ പോലെയും ഒക്കെ ഉള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.